ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ തേടിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എവിടേക്കുമല്ല, ഞങ്ങളുടെ അടുത്തുള്ള അംഗൻവാടി വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗൻവാടി. രാവിലെ നേരത്തെ എണീക്കുന്ന മക്കളായതിനാൽ അവരെ എഴുന്നേൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അംഗൻവാടിക്ക് പോകുക എന്നുള്ളത് ചെറിയൊരു മടിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവൻ്റെ പെങ്ങളവനെ ഒരുക്കി വലിച്ചു കൊണ്ടുപോവുകയാണ്. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികൾ പോയാൽ വീട് ഫുൾ സൈലൻറ്റ് മോഡായിരിക്കും. പിന്നെ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ ആ ടൈം ആവുന്നത് നോക്കിയിരിക്കും. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ആ ടൈം ആവുന്നതേ അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് എത്തും ടൈം. അപ്പോൾ പിന്നെ വേഗം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ഇവിടെ പിന്നെ ആ ടൈമിന് വേണ്ടി ഞാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ 3 മണിയായി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ചെറുത് അവൻ്റെ പെങ്ങൾ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആടിപ്പാടി പോകുന്നത്. അപ്പോൾ പിന്നെ എല്ലാം ആസ്വദിച്ചിട്ട് പതുക്കെ അവിടെ എത്തിയാൽ മതി. പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് വേഗം എത്തുമല്ലോ, ടൈമിന് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ അങ്ങനെ അംഗൻവാടിക്ക് എത്തി. അംഗൻവാടി പോകുന്ന പോലെയല്ല കേട്ടോ, വരാൻ ഭയങ്കര മടിയാണ്. കാരണം പോകുമ്പോൾ വലിച്ച് കൊണ്ടുപോകണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അവിടെ എത്തി പോരണം. കരഞ്ഞു പോന്നാൽ നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഇതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തും. പോരുന്ന ടൈമിൽ അവർക്ക് തീരെ പോരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവിടുത്തെ കളിയും കുട്ടികളായിട്ടൊന്ന് സെറ്റായി വന്നിട്ടല്ലേ ഉള്ളൂ ഉണ്ടാവുക. അങ്ങനെയൊക്കെ. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളി ടീച്ചേഴ്സാണ് കേട്ടോ. കുട്ടികളായിട്ട് നല്ല ഇതിൽ സംസാരിച്ചിട്ടും അവരെ മയക്കിയെടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ അവിടെ സെറ്റ് ആകാറുണ്ട്. പോകുമ്പോൾ മാത്രമേ ചെറിയൊരു മടി ഉണ്ടാവാറുള്ളൂ. എന്നാലും അവിടെ ഫുള്ള് ടീച്ചർമാർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ, പോകുന്ന വഴി ചെറുതാണ്. പക്ഷെ അവിടെ അവർ പച്ചക്കറികളായിട്ടും ഉള്ള സ്പേസിൽ പൂക്കൾ ചെടികളായിട്ടൊക്കെ അവിടെ വളർത്താറുണ്ട്. അവർ രാവിലെ നനച്ച് കൊടുത്തിട്ടും പിന്നെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം, ഫുഡാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സെറ്റാക്കാറുണ്ട് കേട്ടോ ആ ടീച്ചേഴ്സ്. അവിടെ കുറേ വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മല്ലിക അങ്ങനെയുള്ള സീസണലായിട്ടുള്ള, ഇനിയിപ്പോൾ ഓണം വരാനായില്ലേ, അതുകൊണ്ടാണെന്നറിയില്ല, വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളും അതൊക്കെ ഇവിടുന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അവരവിടെ വളർത്തുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികൾ വെച്ചിട്ട് അവിടെ ഉപ്പേരിയും സാമ്പാർ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തന്നെ വളർത്തിയെടുക്കുന്നത് കൊണ്ട് നമുക്കൊരു കുറേയൊക്കെ വാങ്ങുന്നുണ്ടാകും. പക്ഷേ മിക്കവാറും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ചില പച്ചക്കറികളൊക്കെ അവരുണ്ടാക്കിയിട്ട്. ടീച്ചർക്ക് അതിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ, അവിടുത്തെ ആയക്കൊക്കെ. അപ്പോൾ അവർ അത് വെച്ചിട്ട് കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിക്ക് എത്തി. ഉണ്ടാവുക നല്ല ഹാപ്പിയായിട്ട് ഊഞ്ഞാലാടി ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ പോരുന്ന ടൈമിൽ അവർക്ക് പോരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ കുട്ടികളായിട്ടും ടീച്ചേഴ്സായിട്ടും അവിടെ അങ്ങോട്ട് മുഴുകുന്ന ഒരു ടൈമാണ്. അപ്പോൾ തന്നെ അവർക്ക് പോരാനാകും. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവിടാനാണ് ചെറിയ പാട്. ഇന്ന് മെയിൻ ടീച്ചർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അവർക്ക് എന്തോ അത്യാവശ്യമാണ് പറഞ്ഞിട്ട് അവർ നേരത്തെ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുട്ടികളും ഞങ്ങൾ മാത്രമേ അടുത്തുള്ളവരുള്ളൂ. പിന്നെ അധികവും കുറച്ച് ദൂരം ഉള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ആ ടൈമിന് എത്താൻ വേണ്ടിയിട്ട് നേരത്തെ പോരും. പിന്നെ വെയിലുള്ള ടൈമല്ലേ, അപ്പോൾ വേഗം പോവുകയും ചെയ്യും. അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ വെയിൽ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അടുത്തായതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം അവിടെ നിന്ന് ടീച്ചർ സംസാരിച്ച് നിന്നിട്ടൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ. കുട്ടികളുടെ കാര്യങ്ങളും അങ്ങനെ എല്ലാതും ടീച്ചർ പറഞ്ഞു തരും. അങ്ങനെ പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടീച്ചറായതുകൊണ്ട് അവിടുത്തെ വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കുറച്ച് ടൈം നിൽക്കും. പിന്നെ അവർക്ക് ആ ഒരു ടൈമിൽ കളി കൂടുതലായിരിക്കും, പോരാനേ മനസ്സുണ്ടാവില്ല. അപ്പോൾ അവരുടെ കളി കഴിയട്ടെ. ഊഞ്ഞാലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്രാവശ്യം വന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന്മേൽ പോരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെയൊക്കെ ചുറ്റും പറ്റി നിന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ പതുക്കെ പോന്നാൽ മതിയല്ലോ എന്നുള്ളതിൽ അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോരും. തിരിച്ച് പോരുമ്പോൾ അവന് ആരെയും ആവശ്യം ഉണ്ടാവില്ല. അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് കൈമ പിടിച്ച് പോയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. വീട്ടിലോട്ട് പോരുമ്പോൾ ഒറ്റ ഓട്ടക്കാരം പെട്ടെന്ന് വീട്ടിലെത്തും. ഞാൻ പതുക്കെ വരിക ചെയ്യുക പിന്നിൽ. പെട്ടെന്ന് വീട്ടിലോട്ട് എത്രയും ധൃതി കൂട്ടിയിട്ട് ഓടും. അങ്ങനെയൊക്കെ ഓരോ ടീംസാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയ വന്നാൽ പിന്നെ എല്ലാവരും അറിയും ആ കൊച്ചപ്പാടേക്കാരം. അപ്പോൾ അതുവരെയുള്ള സൈലൻറ്റ് മോഡൊക്കെ മാറിക്കിട്ടും. അപ്പോൾ കുട്ടി ഉറങ്ങുമായിരുന്നു. അവൾ അവൻ്റെ ഒച്ച കേട്ടിട്ട് എണീറ്റ് വന്നു കേട്ടോ. അവൾ പിന്നെ അവൻ്റെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കും. അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവന് ബാഗിൽ കൊണ്ടുവരുമ്പോൾ അവൾക്കൊരു ക്യൂരിയോസിറ്റി ആയിട്ട് അവർ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്യാറ്. അപ്പോൾ അവൾ ഉറക്കത്തെ നീച്ചുകൊണ്ട് ഇപ്പോൾ ഫുള്ള് കരച്ചിലായിരുന്നു.
ഓൻ്റെ ഒച്ച കേട്ടിട്ട് നീച്ചതുകൊണ്ട് ഉറക്കം കണ്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പുമാവാണെങ്കിൽ അല്ലെങ്കിൽ അവലോ അല്ലെങ്കിൽ പായസം അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ ഉപ്പുമാവാണെങ്കിൽ അവന് കട്ടൻ ചായ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചു. പിന്നെ അവൻ്റെ ബാഗൊക്കെ അവൻ വെക്കുന്ന സ്ഥലത്തൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാളും കൂടി കഴിച്ച്. രണ്ടാൾക്കും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാളും ചായയും ഇതും കൂടി ആയതുകൊണ്ട് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോഴേക്കും വല്യപ്പ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യപ്പ നീച്ചിട്ട് വല്യപ്പക്കും കുറച്ച് കൊടുത്തു. വല്യപ്പയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പോകുമ്പോഴും വരുമ്പോഴൊക്കെ വല്യപ്പാനോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ വല്യപ്പ ചായ കുടിക്കുമ്പോൾ വല്യപ്പൻ്റെ ഒച്ച കേട്ട് നീച്ച് വന്നിക്കുകയാണ്. അപ്പോൾ വല്യപ്പാക്കും കൊടുത്തിട്ട് അവർ മൂന്നുപേരും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അംഗൻവാടിയുള്ള ദിവസം ഇങ്ങനെയൊക്കെയാണ്. ഉപ്പുമാവ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട്. ഇവളെ കാണുകൊണ്ടാണെന്നറിയില്ല, അവൾക്ക് കൊടുക്കണ്ടേന്നുള്ളതിലാണോ എന്നറിയില്ല, ടീച്ചർ കുറച്ചധികം തരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അംഗൻവാടിയിൽ ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് അവർ ഒതുക്കി വെച്ചിട്ടുള്ള അവരുടെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ തുറന്നു വിടാനുള്ള ടൈമാണ് കേട്ടോ. വീട്ടിലോട്ട് എത്തിയാൽ പിന്നെ അവരുടെ കോലം തന്നെ മാറും. വീട് പിന്നെ ആകെ തല കുത്തി പറിക്കേണ്ട ഒരു ഇതായിരിക്കും, ചാടിയിട്ടും ഓടിയിട്ടും പറഞ്ഞിട്ടും. അംഗൻവാടി പോയ ഒരു സമാധാനമാണ്. കാരണം ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു സ്വഭാവം അവർ പുറത്തെടുക്കാറില്ല. അപ്പോൾ അവിടെ നല്ല ഡീസൻ്റ് ആയിരിക്കും. ടീച്ചർ പറഞ്ഞത് കേട്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കാനുള്ളത് കൊണ്ടൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷെ ഇവിടെ വന്നാൽ കളിക്കാനുള്ള സാധനങ്ങളൊന്നും അവർക്ക് വേണ്ടി വരില്ല. അങ്ങനെ ചാടിയിട്ടും മറിഞ്ഞിട്ടും അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ടൈം അവർ കഴിയൽ. പിന്നെ രാത്രി ഉറങ്ങുന്ന വരെ ഇതന്നെ ആയിരിക്കും. ഉറക്കം വളരെ കുറവാണ് രണ്ടു പേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർക്ക് വേറെ ഒരു വെറൈറ്റി അനുഭവമാണ് അംഗൻവാടിക്ക് പോകുന്നത് കൊണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ അംഗൻവാടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.